ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH-66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഞാനുള്ളത് മലപ്പുറം ജില്ലയിൽ KNRCL വർക്കിലാട്ടോ. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് സ്പീഡിൽ സെറ്റ് ആവുന്ന കോൺക്രീറ്റ് നമ്മൾ KNRCL വർക്ക് ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചത് അടിപൊളി വർക്കാട്ടത്. എല്ലാവരും സപ്പോർട്ട് ചെയ്താളി, ലൈക്ക് ചെയ്താളി, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താളി. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാളിട്ടോ. അപ്പോൾ നേരെ നമുക്ക് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. ഇവിടെ വണ്ടി കണക്കിന് രണ്ടാമത്തെ വണ്ടി കോൺക്രീറ്റ് ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ മെഷീനിലേക്ക് കോൺക്രീറ്റ് അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ഭായിമാര് പോയ ഭാഗം ലെവലാക്കി അങ്ങനെ വരുന്നുണ്ട്. ഫിനിഷിങ് മെഷീനിൽ ഇങ്ങനെ കോൺക്രീറ്റ് അവിടെ എത്താൻ തന്നെ ഉള്ളൂ കേട്ടോ. ഫൈനൽ ഫിനിഷിങ് നമ്മളെ മനുഷ്യന്മാരെ കൈ തന്നെ വേണം അതിന്. പക്ഷെ ഇതൊക്കെ കുറേ പഴക്കമുള്ള മെഷീനാന്ന് തോന്നുന്നു. ഇതൊക്കെ സെറ്റായോ? മെഷീനിൽ 2 മണിക്കൂർ വരെ ഇങ്ങനെ തിരിഞ്ഞു കിട്ടോ. പെട്ടെന്ന് കൈകാര്യം ചെയ്യണം. അപ്പോൾ അപ്പം നല്ല ടൈറ്റായിട്ടാണ് വരുന്നത് കേട്ടോ. ആദ്യമൊക്കെ കുറച്ചൊക്കെ ലൂസ് ഉണ്ടാവില്ല. ഇപ്പോൾ ലാസ്റ്റിലേക്ക് ഇങ്ങനെ ടൈറ്റായി വരുന്നുണ്ട്. അതിന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടാ അപ്പം വരുന്നത് കുറച്ച് ലൂസിലാണ്ടാ. അത്ര ലൂസൊക്കെ ഇതിലേക്ക് പോവോ? അത്ര ലൂസിൽ വരുന്ന സാധനം ഇവിടെ ഇതിലേക്ക് വരുമ്പോഴത്തേന് ടൈറ്റായി പോവാട്ടോ. സിമെന്റ് കൂടി വെച്ചിങ്ങനെ ഉണക്കുക കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത വണ്ടി കമാൺ എവരിബഡി. അടുത്ത വണ്ടി വരിക. നമ്മൾ ഇവിടേക്കുള്ള ഫിനിഷിങ് നോക്കട്ടെ. അപ്പം നമ്മൾ KNRCL വർക്കിൽ ആദ്യമായിട്ടാണ് ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് എടുക്കുന്നത്. കോൺക്രീറ്റ് നമ്മൾ പല സ്ഥലത്തും ഇങ്ങനെ കണ്ടിക്കണേ. ഞാൻ 2 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ KNRCL വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് ഫിനിഷിങ് നമുക്കൊന്ന് കാണാമല്ലോ. അങ്ങനെയുണ്ട്. സിമെൻറ്റ് പൊടി പൊത്തി ഉണക്കി ഇപ്പം ഇങ്ങനെ ഫിനിഷാക്കി ഇങ്ങനെ എടുക്കാം കേട്ടോ നമ്മൾ ബായ്. ചില ഭാഗങ്ങളിൽ മെഷീൻ്റെ ഫുള്ള് ടൈറ്റാവാത്ത ഭാഗങ്ങളുണ്ട്. അതൊക്കെ ഒരു കൈ ഫിനിഷിങ് കേട്ടോ. അതൊന്നും ഇതിൻ്റെ ഉള്ളിൽ അങ്ങ് ഇറങ്ങുന്നത് ചില നേരം ഫില്ലാകാത്ത ഭാഗങ്ങളുണ്ടാവും. അവിടെ ഒരു കൈകൊണ്ടുള്ള ഫിനിഷിങ് ചെയ്ത് വരികയാണ്. പല ഫിനിഷിങ് ഇല്ല കാണാൻ.
അതുപോലെ ആ ഭാഗത്ത് കുറച്ച് താഴ്ചയുള്ള ഭാഗം കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം, അതിലേ പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് ഇവിടെ ലൈറ്റ് ഫിറ്റിങ്ങിന് വേണ്ടി കാല് വെക്കാനുള്ള ഒരു കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിക്ക് കേട്ടോ. ഇത് അവർ ചെയ്തതിന് ശേഷം ഒന്ന് മെല്ലെ കുത്തിയെടുക്കുകയാണ് ഇവിടെ. ഇന്ന് എത്ര മണിക്ക് ചെയ്ത? ഏകദേശം ഒരു 11:30 12 മണിയാകുമ്പോൾ ചെയ്താട്ടോ ഞാൻ. അപ്പോൾ അവർ ചോദിച്ചാൽ പറഞ്ഞാണ്, അപ്പോൾ അവർ ആ സമയത്ത് ചെയ്തത് ഇങ്ങനെ കുത്തി ഇങ്ങനെ പൊളിച്ചെടുക്കുക. നാളത്തേക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, നാളത്തേക്ക് ഇത് ഫുൾ സെറ്റാവും. ഇതിലൊഴിക്കുന്ന ആ കെമിക്കലിൻ്റെ പേരെന്തായിരുന്നു വിട്ടുപോയി. ആ കെമിക്കൽ അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ 2 മണിക്കൂർ, 2 മണിക്കൂറല്ല, ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ 15 മിനിറ്റ്, അതിൽ കൂടുതലില്ല കേട്ടോ. 15 മിനിറ്റ് കൂടുതൽ കഴിഞ്ഞാൽ സെറ്റാവും. 15 മിനിറ്റ് ആകുമ്പോഴത്തേന് ഇത് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇത് ഓരോ മിനിറ്റുകളും കൂടും തോറും ഇങ്ങനെ സെറ്റായി വരും കേട്ടോ. 15 മിനിറ്റ് തന്നെ നല്ല സെറ്റിങ്സിലേക്ക് വരും. പിന്നെ അങ്ങനെ കുത്തി പൊളിക്കണം, അല്ലാതെ കൊഴിഞ്ഞ് വീണ പരിപാടിയൊന്നും ഉണ്ടാവില്ല. സാധാ കോൺക്രീറ്റ് ആണെന്നും പറ്റില്ലല്ലോ. സാധാ കോൺക്രീറ്റ് ആണെങ്കിൽ ഇപ്പോൾ അത് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് വീണുണ്ടാവും. എന്തായാലും അടിപൊളി പരിപാടി കേട്ടോ, അടിപൊളി പരിപാടി തന്നെ. കണ്ടു നിന്ന് പോകും. എന്താണെന്ന് വെച്ചാൽ നമ്മളാ ഫീൽഡാണ്, കോൺക്രീറ്റ് ആൻഡ് തേപ്പ് പ്ലാസ്റ്റിക് ഒക്കെ ഫീൽഡായതുകൊണ്ട് അതിശയം തോന്നും കേട്ടോ. ഇതിങ്ങനെ ചെയ്തു പോയല്ലേ. സെൻറ്ററിങ് വേണ്ട, വല കളിക്കണ്ട, ഷീറ്റ് വെക്കണ്ട, ഒന്നും വെക്കണ്ട. അങ്ങനെ ഫിനിഷാക്കി അങ്ങനെ പോട്ടോ. ഫൈനൽ ഫിനിഷിങ്. വളവുകളും പളവുകളൊക്കെ തീർക്കാണ്. വലിയ കോല് വെച്ചിട്ട് 2 ഭാഗം വെച്ചിട്ട് അവർ സെറ്റാക്കി എടുക്കാം കേട്ടോ. അടുത്ത വണ്ടി കയറി. ആ ബെൽറ്റിലൂടെ കോൺക്രീറ്റ് അങ്ങനെ മുകളിലേക്ക് പോയിട്ട് അവിടെ സ്റ്റോറായി. അപ്പോൾ സ്നേഹിതന്മാരെ, എങ്ങനെയുണ്ട്? അടിപൊളി കോൺക്രീറ്റ് അല്ലത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി, ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട്, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ അറിയിച്ചാളി കേട്ടോ. ഇതിൻ്റെ ബാക്കി ലാസ്റ്റ് ഔട്ട്രോ പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, എൻ്റെ മിസ്സായിപ്പോയി. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.